അപ്പോൾ ഗൈസ് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ടാണ് ഗൈസ് പോയത്. അവിടെ പിന്നെ അറിയാലോ, സ്വിമ്മിംഗ് പൂൾ കണ്ടാൽ പിന്നെ എൻ്റെ വൈബേ മാറിപ്പോവും. നല്ല ഇളം മഴയായിരുന്നു ഗൈസ്. ഞാൻ ഡ്രസ്സെല്ലാം അയച്ച് സ്വിമ്മിങ് കസ്റ്റമെല്ലാം ഇട്ടേച്ച് വെള്ളത്തിൽ ചാടാൻ പോവാണ്. നമ്മുടെ ക്യാമറമാൻ പൊന്നുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരാണ് ഫസ്റ്റ് വന്നത്. ഇതിന് ഫാമിലി പിന്നീട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ തണുപ്പത്ത് ഞാൻ അതിനുള്ളിൽ ചാടണോ വേണ്ടയോ, നല്ല തണുപ്പുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു, വേണോ വേണ്ടയോ. പിന്നെ പൊന്നൊക്കെ പിടിച്ചിരിക്കല്ലേ, കുറച്ച് വെയിറ്റ് ഇട്ടിക്കണ്ടേ. ഇപ്പോൾ തണുപ്പത്ത് ചാടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടല്ലേ. അതൊക്കെ വിചാരിച്ച് ഞാനങ്ങ് ചാടി ഗൈസ്. ചാടിയപ്പോഴല്ലേ ഗൈസ് എനിക്കറിയുന്നത് ഈ വെള്ളത്തിൽ മുടിഞ്ഞ തണുപ്പാണെന്ന്. എൻ്റെ പൊന്നോ, നല്ല തണുപ്പാണ്. ഞാൻ വിറക്കിയായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ വേറെ പറഞ്ഞു ഞാൻ കയറട്ടെ. പൊന്നു പറഞ്ഞു എന്തിനാ കയറണം, ഇപ്പോൾ കയറല്ലേ, ഇപ്പോൾ ഇറങ്ങിയല്ലോ, അതിന് മുന്നേ കയറുക എന്തിനാന്ന് ചോദിച്ചത്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്താമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല വൈബാണ്, മഴയൊക്കെ ഉണ്ട്. എന്നാലും വെള്ളത്തിൽ നല്ല തണുപ്പായിരുന്നു. കാലത്തൊരു 7:30 സമയത്താണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ടാണ് പോയത് ഗൈസ്. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ എന്താ ആനയുടെ തുമ്പ് കഴിഞ്ഞ് വെള്ളം വരുന്നുണ്ട്. പൊന്നു പറയേണ്ട അങ്ങോട്ട് പോരാ. അപ്പോൾ ഞാൻ അങ്ങോട്ട് നീന്തി അതിൻ്റെ താഴെ പോയി നിൽക്കായിരുന്നു കേട്ടോ ഗൈസ്. ഒരു വൈബ്, ചെറിയൊരു മുകളിൽ നിന്ന് വെള്ളം കാണുമ്പോൾ ഒരു കൗതുകം പോലെ ചെന്ന് നിന്നു, അത്രേ ഉള്ളൂ ഗൈസ്. പൊന്നു പറഞ്ഞത് അവിടെ പോയി നിൽക്ക്, എന്നിട്ട് ചുമ്മാ ഫോട്ടോ പൊസിഷൻ തരുന്ന പോലെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അങ്ങനെ നിൽക്കുക. ഞാൻ തണുത്തിട്ട് ചുമ്മാ അങ്ങ് കയറി നിന്നു. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ ഗൈസ്, നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ രണ്ടുപേര് ചേർന്നിട്ട് കളിക്കി, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങൾ രണ്ടുപേര് തീരുമാനിച്ചു. ഞങ്ങളൊരു ഡാൻസ് പ്ലാനൊക്കെ ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ മറ്റേ സാമിനാമിനയുടെ ഒരു ഡാൻസാണ് പ്ലാൻ ചെയ്ത്. നിങ്ങൾ കണ്ടു നോക്കട്ടെ ഗൈസ്. ഗൈസ്, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പൊന്നുവിൻ്റെ തുള്ളിച്ചാട്ടമാണ്. പൊന്നു വെള്ളം കണ്ടതിൻ്റെ ഒരു കൗതുക കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഗൈസ്. ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളെ പോലെയായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു പൊന്നു. എന്നുവെച്ചാൽ നീന്താനൊന്നും അറിയത്തില്ല. നീന്താൻ അറിയാത്തവരുടെ പുതിയ ആകാംക്ഷയാണല്ലോ വെള്ളം കാണുമ്പോൾ. അതേപോലെയാണ് കാണിച്ചു കൂട്ടിയായിരുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തെന്നുള്ളൂ. അവൾ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ നിതിൻ്റെ കൊച്ചും നിതിൻ്റെ വൈഫൊക്കെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്ക് നീന്താനൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. അവർ പിന്നെ വലിയ ഇതൊന്നും ഇല്ലാണ്ട് ചുമ്മാ അങ്ങനെ സൈഡിൽ നിൽക്കുക. പൊന്നാണെങ്കിൽ ഫുൾ വൈബ് അടിച്ച് നിൽക്കുകയാണ്. തണുപ്പൊന്നും അറിയുന്നില്ല, അത്രയും വൈബിലാണ് ഉള്ളത്. ഈ ഇത്രയും തണുപ്പത്തിൽ ഞങ്ങൾ 3 പേര് തണുത്തിട്ട് പൊന്ന് തണുപ്പൊന്നും അറിയുന്നില്ല. എന്താ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇതിൻ്റെ വൈഫ് ചുമ്മാ നീന്തിയൊക്കെ നോക്കുന്നുണ്ട്. ഇത് എന്തോ കാണിക്കുന്നു നമുക്കേ അറിയില്ല ഗൈസ്. ഇതെന്തോ നീന്തുവാണോ അത് തുള്ളിച്ചാടുവാണോ, എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് നീന്തലാണോ ഉദ്ദേശിക്കുന്ന ആൾ, അതെനിക്ക് മനസ്സിലായി. അപ്പം നിന്നോട് ആഴത്തേക്ക് വരാനാണ് പറയുന്നത്. തണുത്തിട്ട് വയ്യ, ഞാൻ തലയിലും തോർത്ത് മുകളിൽ കയറിയതാണ്. ടാസ്ക്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ആലോചിച്ചിരിക്കണം എന്തിനാ ഇറങ്ങണം. നമ്മുടെ നിതിൻ അറിയാനാണ് നമ്മുടെ വീഡിയോ എടുക്കുന്നത് ക്യാമറമാൻ. നിതിൻ പറയണ നീ താഴെ ഇറങ്ങി അവൾക്ക് നല്ല തണുപ്പാണ്, അതാണ് കയറി ഇരിക്കുന്നത്.
പഞ്ച് പറഞ്ഞാൽ താഴത്ത് ഇറങ്ങണം, ഫുൾ ഡൗട്ട്ഫുള്ളായിട്ടൊന്നും ഇല്ല. അപ്പോൾ അത്രയും തണുപ്പൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി. അപ്പോൾ ഡൗട്ട്ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇറങ്ങിക്കളയാം, എല്ലാവരും പറയുന്നതെല്ലാം വെച്ച് കാണിക്കുന്ന താഴത്തേക്ക് ഇറങ്ങി. താഴത്ത് ഇറങ്ങിയ ആവശ്യം തന്നെ മനസ്സിലായി വെള്ളത്തിൻ്റെ തണുപ്പ് എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഗൈസ് എന്താ ചെയ്യുക, അപ്പോൾ അവിടുത്തെ അപ്പുറത്തിരുന്ന് ഫുൾ എൻജോയ്മെൻ്റ് ആണ്. എന്താണെന്നറിയാം, ജന്തുക്കളെ ഇതുപോലെ പനിയും പിടിക്കുന്നത്. അപ്പോഴേ ഇതിൻ്റെ കുറിച്ച് ഒന്ന് വിളിക്കുന്നുണ്ട്, മാമ വായോ വായോ വായോ. പിന്നെ ഞാൻ ചുമ്മാ അതിൻ്റെ കൂടെ ചെറുതായിട്ട് കളിച്ചത് അതേ ചാടുന്നുണ്ട്. എന്താ ചേട്ടൻ നമുക്ക്. പിന്നെ എന്താ ഗൈസ്, ഇങ്ങനെ അടിച്ച് പൊളിക്കുക. സിനിമ നമ്മുടെ നാട്ടിലാണെങ്കിൽ ചാടുകയും ചെയ്തു ഗൈസ്. എന്തായാലും ഇതിൻ്റെ വേറെ വീഡിയോ റീൽസായിട്ട് വരും കേട്ടോ. ഞങ്ങൾ റിപ്പീറ്റായിട്ട് ചാടി വരുന്നത് കാണാൻ പറ്റുള്ളൂ ഗൈസ്. ദൈവമൊന്നുമില്ലേ, ഞാൻ പൊന്നും കൂടി ചാടാമെന്ന് വിചാരിച്ചു ഗൈസ്. പൊന്നൊരു ആഗ്രഹം അതുപോലെ ചാടണമെന്ന്. അപ്പോൾ ഓക്കെ, ഞാൻ പൊന്നു സെറ്റ് റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ആക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചാടുന്നത്. പക്ഷെ പൊന്നു ചാടുമ്പോഴേ അവിടെ നോക്കി വെള്ളം ചാടി. അതുപോലെ ഇത് നിതിനും വൈഫും ചാടുന്നുണ്ട്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഗായ്സ്, നമ്മളെല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി. ഇവരതേ യാത്രയപ്പാണ് ഗായ്സ്. ചായക്കുടിയെല്ലാം കഴിഞ്ഞത് നമ്മുടെ ഇതിൻ്റെ കൊച്ചെല്ലാവർക്കും ഉമ്മയൊക്കെ തന്ന് കണ്ടല്ലോ. ഇത് അവർ പോവുകയാണ് ഗായ്സ്. ഇതോടെ നമ്മുടെ മൂന്നാർ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ടാറ്റാ ബൈ ബൈ ടാറ്റാ. അവർ പോയിട്ടോ ഗായ്സ്.